നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ LP UP എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻസിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏതാണെന്നാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏതാണെന്ന്. ഓപ്ഷൻ എ മലബാർ കലാപം, ബി പഴശ്ശി വിപ്ലവം, സി കുരിശിൽ കലാപം, ഡി നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ പഠിക്കാനുള്ളതാണ്, സിലബസിൽ കിടക്കുന്നുണ്ട്. മലബാർ കലാപവും അതുപോലെ തന്നെ പഴശ്ശി വിപ്ലവവും കുരിശിൽ കലാപം എല്ലാം പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ആൻസർ ഏതാണ്? ആൻസർ സി ആണ്, കുരിശിൽ കലാപം. അപ്പോൾ നമുക്കിനി കുരിശിൽ കലാപത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എന്താണ് ഈ കുരിശിൽ കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വയനാട്ടിൽ ബ്രിട്ടീഷുകാരെ ആധിപത്യം, അതായത് ബ്രിട്ടീഷുകാർ വയനാടിനെ കൈയടക്കാനായിട്ട് നോക്കിയ സമയത്ത് ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുരിശിൽ കലാപം എന്ന് അറിയപ്പെടുന്നത്. എന്താണ് കുരിശിൽ കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിന് എതിരെ വയനാട്ടിലെ ആദിവാസി വിഭാഗം നടത്തിയ ലഹളേനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് കുരിശിൽ ലഹള അഥവാ കുരിശിൽ കലാപം എന്ന് പറയുന്നത്. അപ്പൊ എന്നായിരിക്കും ഈ കുരിശിൽ കലാപം നടന്നത്? 1812 എന്നാണ്. 1812 മെയ് 8 1812 മെയ് 8 നമ്മൾ പറഞ്ഞു, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുരിശിൽ ലഹളയുടെ മുദ്രാവാക്യം. കുരിശിൽ ലഹളയുടെ മുദ്രാവാക്യം എന്താണ്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. ഇനി ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണ് കുരിശിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. കുരിശിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുരിശിൽ കലാപം. ഓർത്തിരിക്കണം, ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? കുരിശിൽ കലാപം. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുരിശിൽ കലാപത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണെന്ന്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുരിശിൽ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന്. ആരാണ്? TH ബേബർ ആണ്. TH ബേബർ. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കൂടിയാണ് കുരിശിൽ. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാനായിട്ട് പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കൂടിയാണ് ഏത്? കുരിശിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാനുള്ളത്. കുരിശിൽ കലാപത്തെ കുറിച്ചിട്ട് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ആരാണെന്ന്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ആരാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനാണ്. അപ്പോൾ നമുക്ക് ഇനി പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനെ കുറിച്ചിട്ടൊന്ന് പഠിക്കാം. നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. അദ്ദേഹം ജനിച്ചത് 1879 ഫെബ്രുവരി 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ ജന്മസ്ഥലം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കേണ്ടതാണ്. ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനിച്ചത്. 1879 ഫെബ്രുവരി 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ. ഓക്കെ, ഇരവിപേരൂർ. ഇനി ഈ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനെ മറ്റു കുറച്ച് പേരുകളിലും കൂടി അറിയപ്പെടുന്നത് ഏതൊക്കെ പേരിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുമാര ഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ, അതുപോലെ തന്നെ കേരള നെപ്പോളിയൻ, പുലയൻ മത്തായി എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനാണ്. പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകനാണ് നമ്മുടെ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനാണ്. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ.
ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടിയിട്ടാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത്. അപ്പോൾ അദ്ദേഹം, അതായത് പൊയ്കേൽ ശ്രീ കുമാര ഗുരുദേവൻ എന്തിനാണ് ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത്? അതായത് ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ഏത്? പ്രത്യക്ഷ രക്ഷാ ദൈവ സഭ. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പൊയ്കേൽ യോഹന്നാനാണ്. എന്താണ് പറഞ്ഞത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പൊയ്കേൽ യോഹന്നാനാണ്. ഇനി ഇത് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പൊയ്കേൽ ശ്രീ കുമാര ഗുരുദേവനാണ്. മാറിപ്പോവരുത് കേട്ടോ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച വർഷം 1909 എന്നാണ്. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. ഇനി ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂരാണ്. അതായത് പൊയ്കേൽ ശ്രീ കുമാര ഗുരുദേവൻ ജനിച്ച സ്ഥലം തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം. എവിടെയാണ്? ഇരവിപേരൂർ. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അമരക്കുന്നും ഉദയകുളങ്ങരയാണ്. ഈ സംഘടനയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇരവിപേരൂരാണ്. ഉപ ആസ്ഥാനങ്ങളാണ് ഏത്? അമരക്കുന്നും ഉദയകുളങ്ങരയും. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം. ഏതാണ് പ്രധാന പ്രസിദ്ധീകരണം? ആദിയാർ ദീപം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കേൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കേൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമമാണ് ഏത്? കുമാര ഗുരുദേവൻ. സൈമൺ യോഹന്നാൻ, വെള്ളിക്കര മത്തായി ഉപദേശി, കാളിയൻ പത്രോസ് മൂപ്പൻ എന്നിവർ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സജീവ പ്രവർത്തകരായിരുന്നു. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സജീവ പ്രവർത്തകർ ആരൊക്കെയായിരുന്നു? സൈമൺ യോഹന്നാൻ, വെള്ളിക്കര മത്തായി ഉപദേശി, കാളയിൽ പത്രോസ് മൂപ്പൻ. ഇനി അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി പൊയ്കേൽ യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നതാണ് അടിലഹള. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി പൊയ്കേൽ യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അടിലഹള. ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി 1906 പൊയ്കേൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലമാണ് വാകത്താനം. ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി 1906 പൊയ്കേൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം ഏതാണ്? വാകത്താനം. ഏതാണ്? വാകത്താനം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ നവോത്ഥാന നായകനാണ് കുമാര ഗുരുദേവൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? കുമാര ഗുരുദേവനാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ്? പൊയ്കേൽ യോഹന്നാനാണ്. രത്നമണികൾ ആരാണ്? രക്തമണികൾ എന്ന കവിതാ സമാഹാരം ആര് രചിച്ചതാണ്? പൊയ്കേൽ യോഹന്നാന്റെയാണ്. പൊയ്കേൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് M.R. രേണുകുമാർ. പൊയ്കേൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? M.R. രേണുകുമാർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്ത്? ആധുനിക തിരുവിതാംകൂറിന്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണെന്ന്. ഓപ്ഷൻ എ ഗുരുവായൂർ സത്യാഗ്രഹം, ബി മലയാളി മെമ്മോറിയൽ, സി ഈഴവ മെമ്മോറിയൽ, ഡി ക്ഷേത്രപ്രവേശന വിളംബരം. ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പോൾ നമുക്കിനി ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ ക്ഷേത്രപ്രവേശന വിളംബരം ആരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്?
ടി കെ മാധവന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത്. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ടി കെ മാധവന്റെ നേതൃത്വത്തിൽ. ഇനി എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പൊട്ടിപ്പുറപ്പെട്ടത്? 1936 നവംബർ 12. എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം? 1936 നവംബർ 12-നാണ്. 1923 കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ടി കെ മാധവൻ ഐത്യോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. 1923 കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ടി കെ മാധവൻ ഐത്യോച്ചാടന പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീചിത്ര തിരുനാളിന് പ്രേരിപ്പിച്ച വ്യക്തിയാണ് സർ സി പി രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് പ്രേരിപ്പിച്ചത്? സർ സി പി രാമസ്വാമി അയ്യറാണ്. ഇനി ഈ വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. മാറിപ്പോവരുത്. ശ്രീ ചിത്ര തിരുനാളിനോട് ഇങ്ങനെ ഒരു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ആയിട്ട് പ്രേരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ രാമസ്വാമി അയ്യരും. ഇനി ഈ വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യറുമാണ്. ഇനി കേരളത്തിന്റെ മഗ്ന കാട്ട എന്നും ആധുനിക തിരുവിതാംകൂറിന്റെ മഗ്ന കാട്ട എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ഈ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിന്റെ മഗ്ന കാട്ട എന്നും ആധുനിക തിരുവിതാംകൂറിന്റെ മഗ്ന കാട്ട എന്നും അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? 1947 ജൂൺ 2-നാണ്. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന്, അതായത് 1947 ജൂൺ 2-ന്. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? അതേ വർഷം തന്നെയാണ്, 1947 ഡിസംബർ 20. 1947 ഡിസംബർ 20. ആധുനിക കാലത്തെ മഹാ അത്ഭുതം, ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണെന്ന്? ആധുനിക കാലത്തെ മഹാത്ഭുതം, ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണെന്ന്? ആരായിരിക്കും? ഗാന്ധിജിയാണ്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? സി രാജഗോപാലാചാരി. തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മഗ്ന കാട്ട എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണെന്ന്? തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മഗ്ന കാട്ട എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ടി കെ വേലുപ്പിള്ളയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും, ഗാന്ധിജി പറഞ്ഞതും സി രാജഗോപാലാചാരി പറഞ്ഞതും ടി കെ വേലുപ്പിള്ള പറഞ്ഞ കാര്യവും കൂടി ഓർത്തിരിക്കുക.